ലോർഡ് ആവേ മരിയ. വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ മരണശയ്യക്കരികെ ഫ്രഞ്ച് ഭാഷയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ വരികൾ ശ്രദ്ധിക്കുക. ഓൺ ദ ഈവനിങ് ഓഫ് ദിസ് ലൈഫ് വി ആർ ജഡ്ജ്ഡ് ഓൺ ലവ്. ഈ ജീവിത സായാഹ്നത്തിൽ വിധി വിഷയം സ്നേഹമായിരിക്കും. വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ മരണശയ്യക്കരികെ നിന്നും ഈ വരികൾ നമുക്ക് ലഭിച്ചത് വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ സഹോദരിയായ സെലിൻ തൻ്റെ വിദഗ്ധമായ ഫോട്ടോഗ്രാഫിയിലൂടെ നമുക്ക് പങ്കുവച്ചു തന്ന ഫോട്ടോയിൽ നിന്നാണ്. കാലങ്ങൾ കടന്നുപോയി, നമ്മുടെ ജീവിതത്തിലൂടെയും പഴയതും പുതിയതും നല്ലത് തിരഞ്ഞെടുത്ത് വരും തലമുറയ്ക്ക് പകരാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. 1933 മെയ് മാസം 7 ആരംഭിച്ച് 2033 മെയ് മാസം 7 ശതാബ്ദി ആഘോഷിക്കുന്ന ദിവികാരുണ്യ മിഷണറി സഭയിൽ വിശുദ്ധ കൊച്ചുത്രേസ്യായെ വിശുദ്ധിയായി പ്രഖ്യാപിച്ച ദിനമായ മെയ് 17 ഞാൻ പ്രഥമ വ്രത വാഗ്ദാനം ചെയ്തു. ഞാൻ വ്രതം ചെയ്ത വർഷം 1980. 1925 വിശുദ്ധ കൊച്ചുത്രേസ്യ വിശുദ്ധിയായി പ്രഖ്യാപിക്കപ്പെട്ടു. കഴിഞ്ഞ മെയ് മാസം 17 100 വർഷം തികയുകയും ചെയ്തു. 2033 റിഡംപ്റ്റീവ് സാക്രിഫൈസ് ഓഫ് അവർ ലോർഡ്, നമ്മുടെ നാഥൻ്റെ രക്ഷാകര ബലിയുടെ 2000 വർഷവും. മെയ് മാസം 7 2033 ദിവികാരുണ്യ മിഷണറി സഭ സ്ഥാപിതമായിട്ട് 100 വർഷവും തികയുകയും ചെയ്യുമ്പോൾ വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ തിരുനാൾ ദിവസമായ ഒക്ടോബർ 1 ദിവികാരുണ്യ മിഷണറി സഭ ഉപകാരികളുടെ ദിനമായി കൊണ്ടാടുകയും ചെയ്യുന്നു. ആ ദിനം ദിവികാരുണ്യ മിഷണറി സഭയുടെ ഉപകാരികൾക്കായി എല്ലാ MCBS വൈദികരും പരിശുദ്ധ കുർബാന അർപ്പിക്കുകയും ചെയ്യുന്നു എന്നും ഓർക്കുന്നു. ഈ ദിനം എൻ്റെ ഒരു നിയോഗം പ്രത്യേകം സമർപ്പിക്കുകയും ചെയ്യുന്നു. ആമേൻ.